എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പി നോക്കാം. അപ്പോൾ നമ്മളിന്ന് ഓട്സ് വെച്ചിട്ടാണ് ഈ ഒരു ദോശ തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ്. ഡയറ്റ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഡയബറ്റീസും കൊളസ്ട്രോളും ഒക്കെ ഉള്ളവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ്. വീട്ടിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ദോശ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3/4 കപ്പ് ഉഴുന്ന് നന്നായിട്ട് കഴുകി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളിതിൽ മൊത്തത്തിൽ 1.5 കപ്പ് ഓട്സ് ആണ് വേണ്ടത്. ഞാനിവിടെ പകുതി ഓട്സും പകുതി അരിയുമാണ് എടുത്തിട്ടുള്ളത്. അരി എന്ന് പറയുമ്പോൾ പച്ചരിയാണ്. നിങ്ങൾക്ക് മുഴുവനായിട്ടും ഇത് മൊത്തത്തിൽ ഓട്സിലും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം മൊത്തം ഓട്സാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് ഓട്സ് എടുക്കാം. അപ്പം ഞാനിവിടെ 3/4 കപ്പ് ഓട്സും 3/4 കപ്പ് അരിയും കൂടി 1.5 കപ്പാണ് ചേർത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മാവ് നന്നായിട്ട് പുളിച്ച് പൊങ്ങിയൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉലുവ ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ടും കിട്ടും. അപ്പോൾ നമ്മൾ അരിയും നന്നായിട്ട് കഴുകിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓട്സ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഇത് അരയ്ക്കാൻ നേരത്ത് ഈ ഒരു വെള്ളം ഊറ്റിക്കളയരുത്. ആ വെള്ളത്തോടു കൂടി തന്നെ നമ്മളിത് അരച്ചെടുക്കണം. അപ്പോൾ അരിയും ഉഴുന്നും നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം കുതിർത്ത് വെക്കാം. ഇതൊരു 4 മണിക്കൂർ ഞാനിപ്പോൾ കുതിർത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ദോശയ്ക്ക് അരയ്ക്കുന്ന പോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ദോശയോ ഇഡ്ഡലിയോ നിങ്ങൾക്ക് ഇത് വെച്ചിട്ടുണ്ടാക്കാം. ഇഡ്ഡലിയാണ് നിങ്ങൾ തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഉഴുന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പാത്രങ്ങളിൽ ഇടുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയും ഇഡ്ഡലിയും കിട്ടും. ഒരുമിച്ചിട്ടാൽ അത്ര സോഫ്റ്റ് ആവില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഉഴുന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ദോശയാണ് നിങ്ങൾ തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം വെക്കാം. കുറച്ച് ലൂസായിട്ട് അരച്ചെടുത്താലും മതി. ഇഡ്ഡലി ആണെന്നുണ്ടെങ്കിൽ നല്ല കട്ടിയിൽ തന്നെ അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഉഴുന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഫെർമെൻറ്റഡ് ദോശയാണ് ഈ ഒരു ഓട്സ് ദോശ. ഇതല്ലാതെ ഇൻസ്റ്റൻ്റ് ആയിട്ടും ഓട്സ് വെച്ചിട്ട് ദോശ തയ്യാറാക്കാം. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ വഴിയെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഉഴുന്ന് അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഓട്സും അരിയും കൂടെ ഉള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ആ വെള്ളത്തോടു കൂടി തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ആ വെള്ളം കളയരുത്. ഇനി ഇത് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മളിതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് മറ്റേ ഉഴുന്ന് അരച്ചതിലേക്ക് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതിന് മുൻപ് നമ്മൾ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് ഒരു അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ദോശയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇതുവരെ കണ്ടു നോക്കിയിട്ടില്ലാത്തവർ അതുകൂടി ഒന്ന് കണ്ടു നോക്കണം. അതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ്. ഈ ഒരു ഓട്സിന് പകരം നമുക്ക് നുറുക്ക് ഗോതമ്പാണ് ഞാനതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതുകൊണ്ട് രാവിലെ നമുക്കിത് എടുക്കുമ്പോൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിവിടെ ഹിമാലയൻ പിങ്ക് സോൾട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏത് ഉപ്പായാലും കുഴപ്പമില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് പുളിച്ച് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് നമ്മളൊരു കുറച്ച് വാമായിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റി വെക്കാം. തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നിങ്ങൾ OTG ഓവൻ്റെ ഉള്ളിൽ ലൈറ്റ് ഓൺ ആക്കിയിട്ട് ഇത് അടച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ ഇത് 8 മണിക്കൂർ നമ്മൾ പുളിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാത്രി മുഴുവനാണ് വെച്ചിട്ടുള്ളത്. നല്ലതായിട്ട് ഇത് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് എങ്ങനെയാണ് ദോശയാക്കുന്നത് നോക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തലേദിവസം തന്നെ ചേർത്തതുകൊണ്ട് നിങ്ങൾക്ക് കാണാം ഇത് നന്നായിട്ട് ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡയറ്റിൽ എപ്പോഴും ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ആഹാരം ഉൾപ്പെടുത്തണം. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ദോശകളെക്കാട്ടിലും എപ്പോഴും നല്ലത് ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ദോശകൾ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ദോശക്കല്ല് നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തതിന് ശേഷം നമുക്ക് ദോശയാക്കി എടുക്കാം. ദോശയാക്കുമ്പോൾ ഒരുപാട് ഇളക്കി അതിൻ്റെ ആ ഒരു ഫ്ലഫിനെസ് കളയരുത്. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ദോശ ചൂടാം. അപ്പോൾ ദോശ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ കട്ടിയായിട്ട് നമുക്ക് തയ്യാറാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ക്രിസ്പി ആയിട്ട് വളരെ തിന്നായിട്ട് പരത്തിയിട്ട് നമുക്ക് ഈ ഒരു ദോശ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 1-2 തുള്ളി എണ്ണയും ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് ആയിട്ടുള്ള ദോശയാണ്. അപ്പോൾ സെറ്റ് ദോശ പോലെ തയ്യാറാക്കിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വളരെ കട്ടി കുറച്ച് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. കട്ടി കുറച്ച് തയ്യാറാക്കുമ്പോൾ ദോശക്കല്ലിൻ്റെ ചൂട് ശ്രദ്ധിക്കുക. ഒരുപാട് ചൂടാണെങ്കിൽ ഇത് നമുക്കിതുപോലെ പരത്താൻ പറ്റില്ല. അപ്പോൾ തീ കുറച്ചിട്ടിട്ട് വേണം നമ്മൾ മാവ് ഒഴിക്കാനായിട്ട്. ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചൂടോടെ കഴിക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും.
നല്ല തിന്നായിട്ടുള്ള ദോശയും നല്ലതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയുടെ റെസിപ്പിയാണ് നമ്മളിന്ന് കണ്ടത്. അപ്പം നമ്മൾ ഡയറ്റൊക്കെ കൺട്രോൾ ചെയ്യുന്നവർക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ദോശയാണ്. അപ്പം നമ്മൾ ഓട്സിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ടെങ്കിൽ കൂടി നല്ല കാർബോഹൈഡ്രേറ്റ് ആണ്. കാർബോഹൈഡ്രേറ്റ് തന്നെ 2 തരത്തിലുണ്ട്. ചീത്ത കാർബോഹൈഡ്രേറ്റും ഉണ്ട്, നല്ലതുമുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നല്ല കാർബോഹൈഡ്രേറ്റ് സെലക്ട് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് വെയിറ്റൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള റെസിപ്പികൾ കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വഴിയെ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്